Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ പ്രോബബിലിറ്റിയുടെ ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് ഫെമിലിയർ ആയിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, റാൻഡം എക്സ്പെരിമെന്റ്. An experiment whose outcome can't be predicted with certainty. അതിന് എക്സാമ്പിൾസ് വരുന്നത് ടോസിങ് എ കോയിൻ, റോളിങ് എ ഡൈസ്, അല്ലെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നൽ വഴി കടന്നു പോകുന്ന വെഹിക്കിൾസിന്റെ എണ്ണം, അതൊക്കെ റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റൂല ഇതില് ഫസ്റ്റ് ടൈം എനിക്ക് ഹെഡ് ആണോ ടെയിൽ ആണോ വരിക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡൈസ് ഞാൻ റോൾ ചെയ്യുമ്പം എനിക്ക് ഏത് ഫേസ് ആണ് എനിക്ക് കാണുക. 6 ഫേസസ് ഉണ്ടല്ലോ ഡൈസിനകത്ത്, അതിനകത്ത് ഏത് ഫേസ് ആണ് വരിക എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഐ കാൺ പ്രെഡിക്ട് ദ ഔട്ട്കം വിത്ത് സർട്ടനിറ്റി. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്സ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. നമ്മൾ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ്, അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് രണ്ടെണ്ണമാണ് വരുന്നത്, ഹെഡും ടെയിലും. അപ്പോ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെറ്റാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റോളിംഗ് ആൻഡ് ഡൈസ് എടുക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ പോസിബിൾ ഔട്ട്കംസ്? എനിക്ക് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, അതും അല്ലെങ്കിൽ 6 വരാം. ഓക്കെ, സോ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എൻ എക്സ്പെരിമെന്റ്. ദെൻ ഇവന്റ്, ഇറ്റ്സ് എ സെറ്റ് കണ്ടെയ്നിങ് സം or all the possible outcomes present in sample space. ഇവന്റിന് ഞാൻ ഇ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ എനിക്ക് എന്താണ് ഹെഡ് ആണ് ഫസ്റ്റ് ടൈം കിട്ടിയതെന്ന് വിചാരിക്കാം. ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്, സോ ഇറ്റ് ക്യാൻ ബി ഹെഡ് ഓർ ഇറ്റ് ക്യാൻ ബി ടെയിൽ. അല്ലെങ്കിൽ ഇ ക്യാൻ ബി ഓൾസോ ഹെഡ് ആൻഡ് ടെയിൽ. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ സെറ്റ് കണ്ടെയ്നിങ് സം ഓർ ഓൾ ദ പോസിബിൾ ഔട്ട്കംസ് പ്രസന്റ് ഇൻ സാമ്പിൾ സ്പേസ്. ഞാനൊരു ഡൈസ് റോൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ത്രോ ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസസ് ആ ഇവന്റ് ഞാൻ എഴുതുവാണെങ്കിൽ ഏതൊക്കെയാണ് എനിക്ക് വരിക? 2 വരാം, 3 വരാം, 5 വരാം, അല്ലെ? ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്, ഇതാണ് നമ്മുടെ ഇവന്റ് കേട്ടോ. ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് മാത്രം കിട്ടുന്ന ആ ഒരു ഇവന്റ് ആണ് 2, 3, 5. സേ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, ഈ ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈവൺ നമ്പേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് എന്ത് ലിസ്റ്റ് ചെയ്യാം? 2, 4, 6. ഇൻ കേസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഐ ക്യാൻ ലിസ്റ്റ് ഇറ്റ് ആസ് 1, 3, 5, അല്ലെ? ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി എന്താവാം? 1, 2, 3, 4, 5, 6 അതും ആവാം. അതായത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ഫൈനൈറ്റ് ആയിട്ടുള്ള സാമ്പിൾ സ്പേസ് എക്സ്പെരിമെന്റ്സിന് മാത്രമാണ് നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് പ്രോബബിലിറ്റിയിലേക്ക് കടക്കാം. പ്രോബബിലിറ്റി ബേസിക്കലി ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ക്വാണ്ടിഫൈസ് ദ ലൈക്ലിഹുഡ് ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയെ ക്വാണ്ടിഫൈ ചെയ്യാണ് പ്രോബബിലിറ്റി ചെയ്യുന്നത്. അതിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ആൻ ഇവന്റ്. So in that case probability of A is equal to favorable ആയിട്ടുള്ള outcomes divided by total outcomes. Total outcomes എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സാമ്പിൾ സ്പേസ് ആയിരിക്കും. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈവൻസ് ആയിരിക്കും, അല്ലെ? ഇവന്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. നമ്പർ ഓഫ് ഈവൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ആണ് ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് സം ഇവന്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എ ബാഗ് കണ്ടെയ്ൻസ് 5 റെഡ് ബോൾസ്. ഓക്കെ, 5 റെഡ് ബോൾസ് ഉണ്ട് ബാഗിനകത്ത്. പിന്നെ 3 ബ്ലൂ ബോൾസ്. ഓക്കെ, 3 ബ്ലൂ ബോൾസ് ഉണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ റെഡ് ബോൾ. റെഡ് ബോൾ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 റെഡ് ബോൾസ് ആണ് നമ്മുടെ പക്കലുള്ളത്. ഫേവറബിൾ ആയിട്ടുള്ള കേസസ് എന്ന് പറയുന്നത് 5 ആണ്.
അതായത് നമ്പർ ഓഫ് ഈവൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. കാരണം എന്താ, നമുക്ക് 5 റെഡ് ബോൾസ് ആണ് ഉള്ളത് ആ ബാഗിനകത്ത്. ഇനി പിന്നെ എന്ത് പറയുന്നുണ്ട്, അത് മാത്രമല്ല പ്ലസ് ഒരു 3 ബ്ലൂ ബോൾസും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ 5 റെഡ് ബോൾസും അതുപോലെ തന്നെ 3 ബ്ലൂ ബോൾസും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന 8 ആണ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ഈവൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് വിച്ച് ഇസ് ഈക്വൽ ടു 5/8. വളരെ സിമ്പിൾ ആണ് ഇത്. പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യം, നേരത്തെ കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആ തസ്തികയിലേക്കുള്ള കേരള PSCയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 റെഡ് ബോൾസ് ഫ്രം 4 റെഡ് ബോൾസ് ആൻഡ് 3 വൈറ്റ് ബോൾസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? നമ്പർ ഓഫ് ഈവൻസ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ പോയാലും 2 ആണ്. ആൻഡ് ഇൻ കേസ് ഓഫ് നമ്പർ ഓഫ് സാമ്പിൾ സ്പേസസ് എത്രയാണ് വരിക? നമുക്ക് 4 റെഡ് ബോളും 3 വൈറ്റ് ബോളും ആണ് ഉള്ളത്. സോ 4 + 3. So as per the equation we can say that probability of getting 2 red balls എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/7. Okay, so this is the answer. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാവേ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The probability of getting a ticket with number a multiple of 5 in a random draw from a bag containing tickets of even numbers from 1 to 100. ആ ബാഗിനകത്ത് ടോട്ടൽ എത്ര ടിക്കറ്റ്സ് കാണും? 1 to 100 വരെയാണെങ്കിൽ 50 അല്ലേ വരിക? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് ഇൻ ദിസ് ബാഗ് വിൽ ബി 50. അതായത് നമ്മുടെ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് 50 അല്ലേ? നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടിക്കറ്റ് വിത്ത് നമ്പർ എ മൾട്ടിപ്പിൾ ഓഫ് 5. ഈ 50 എണ്ണത്തിൽ ഇപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുവാണെങ്കിൽ ഈവൺ നമ്പർ ആയിട്ടുള്ള 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്? നമുക്ക് 10 വരാം, 20 വരാം, 30 വരാം, 40 വരാം, 50 വരാം, പിന്നെ 60 വരാം, 70 വരാം, 80 വരാം, 90 വരാം, ആൻഡ് ഫൈനലി 100. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഈവൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്? 10 അല്ലേ? അതല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് വിച്ച് ഈസ് 10 നമ്മളിവിടെ കണ്ടു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 50 ഉണ്ടാവുക. സോ 10/15 is equal to 1/5. ഓക്കെ, ഇത് ഞാൻ റാൻഡോ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളതല്ല. ഇതും അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസിനകത്ത് ഇത്തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. 33rd ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് നമ്പർ A. ഓക്കെ, ഇവിടെ ഞാൻ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാണ്. പ്രോബബിലിറ്റി ഓഫ് an event. ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് an event ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സാക്ട് 0 വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് ആൻ ഇമ്പോസിബിൾ ഇവന്റ്. And in case you are getting a 1, we can say that it's a certain event. എന്താണ് ഔട്ട്കം എന്ന് certainly predict ചെയ്യാൻ സാധിക്കാത്ത എക്സ്പെരിമെന്റ്സ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്സ്. ബട്ട് in case you are getting a 1 probability, you can say that the event is certain. നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഇവന്റ്സ് പഠിക്കാം. ഇത് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ബേസിക്കലി. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോംപ്ലിമെന്ററി ഈവന്റ്സ് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഈ കോംപ്ലിമെന്ററി ഇവന്റിന്റെ കേസിൽ ഞാനൊരു ഡൈസ് റോൾ ചെയ്യാണ്. ഡൈസ് റോൾ ചെയ്യുമ്പോൾ എൻ്റെ ഔട്ട്കം ഓഡ് നമ്പേഴ്സ് ആവണമെങ്കിൽ ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്? 1, 3, 5. ഇനി എൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 1, 2, 3, 4, 5 and 6 എലമെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് 3 എലമെന്റ്സേ ഉള്ളൂ. ഇനി ഞാൻ ഇതിന്റെ കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ
നേരത്തെ പറഞ്ഞ ഈക്കകത്ത് ഇല്ലാത്ത ഏതൊക്കെ എലമെന്റ്സ് ആണ് എൻ്റെ സാമ്പിൾ സ്പേസിനകത്ത് വരുന്നത് അതിന്റെ സെറ്റാണ് എൻ്റെ ഇ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. 6. Yes, right. And one more thing is that if you add E plus E complement, you will get S. അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ എടുത്തെഴുതാം. Probability of an event plus probability of an event complement is equal to 1. And this is known as complementary rule. This is important. Okay. ഒരു വൃത്തിയിലാണ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. Next one is equally likely events. അതിന്റെ കേസിൽ occur ചെയ്യുന്ന ഇവന്റ്സിന്റെ എല്ലാം പ്രോബബിലിറ്റീസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഈക്വലി ലൈക്ലി ഈവന്റ് ആണ്. കാരണം എന്താണ്? കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതർ ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ എന്താവാം, ടെയിൽ ആവാം, അല്ലേ? ഇതൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ്. സോ മൈ സാമ്പിൾ സ്പേസ് വിൽ ബി ഹെഡ് ആൻഡ് ടെയിൽ. അപ്പൊ ഞാൻ ഇതിന്റെ പ്രോബബിലിറ്റി കാണുവാണെങ്കിൽ, ഇതിപ്പോ ഞാൻ E1 കൊടുക്കുവാണെങ്കിൽ ഇത് E2 എന്ന് കൊടുക്കുവാണെങ്കിൽ, പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? നമുക്ക് ഒരു എലമെന്റ് അല്ലേ ഉള്ളൂ. 1 ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ 2 എലമെന്റ്സ് വരുന്നുണ്ട്. And in case of probability of occurring E2 is also 1/2. അപ്പൊ എനിക്ക് പറയാം, in a coin tossing experiment, the probability of getting a head or tail is equally likely. Okay. വേണമെങ്കിൽ നമുക്ക് ഡൈസിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ പറയാം? In case of dice rolling experiment, the probability of getting any number is equally likely. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ ഡിസ്ജോയിന്റ് ഈവൻസ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസിനെ നമുക്ക് ഡിസ്ജോയിന്റ് ഈവൻസ് എന്നും വിളിക്കാം. അതായത് സപ്പോസ് നമുക്ക് രണ്ട് ഈവൻസ് ഉണ്ട്. സേ I name it as A and B. A and B are said to be mutually exclusive if A intersection B is equal to 5. അതായത് ഇതിന്റെ മീനിങ് A occur ചെയ്യുകയാണെങ്കിൽ B occur ചെയ്യാൻ പറ്റില്ല, B occur ചെയ്യുകയാണെങ്കിൽ A occur ചെയ്യാനായിട്ട് പറ്റൂല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമ്മുടെ കോയിൻ ടോസിങ് എക്സ്പെരിമെന്റ് തന്നെ എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഓർ ടെയിൽ ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇനി സിമിലർലി ഇൻ കേസ് ഓഫ് റോളിംഗ് എ ഡൈസ്, ആ എക്സ്പെരിമെന്റിനകത്ത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എനി നമ്പർ ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ ഡിസ്ജോയിന്റ്. സി, ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് എനിക്ക് എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, ദെൻ ബി എന്ന് പറയുന്ന ഒരു ഇവന്റും ഉണ്ട്. ഇത് രണ്ടും ഒരു സാമ്പിൾ സ്പേസിന്റെ ഭാഗമായിരിക്കണം. എന്നിട്ട് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം എന്ത്? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്, അല്ലെങ്കിൽ എയും ബിയും ഡിസ്ജോയിന്റ് ഇവന്റ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: A intersection B equal to 0. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അതിനകത്ത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെഫിനേഷൻ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഫർദർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എയും ബിയും തന്നെയാണ് നമ്മുടെ ഇവന്റ്സ്. 2 ഇവന്റ്സ് ഉണ്ട്, എയും ബിയും. അത് രണ്ടും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എന്ന് പറയണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി must be equal to probability of A into probability of B. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്സ് ഓർ ഡിസ്ജോയിന്റ് ഈവന്റ്സ്, ആ കേസസിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു സെയിം സാമ്പിൾ സ്പേസ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ സെയിം സാമ്പിൾ സ്പേസ് ആണ് വരിക. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് അതിനകത്താണെങ്കിൽ ദീസ് ആർ കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് സാമ്പിൾ സ്പേസ്. നെക്സ്റ്റ് വൺ ഈസ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് ഈവന്റ്സ്. ഇതിന്റെ കേസിൽ
say രണ്ട് events A and B are said to be collectively exclusive events. A union B എന്ന് പറഞ്ഞാൽ S ആയിരിക്കണം. അതായത് to get that A and B have all the events present in sample space. അതായത് A union B equal to sample space ആയിരിക്കണം. അപ്പോൾ probability of A union B എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് ഈവൻസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് ഈവൻസ് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടു ഈവൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഡസ് നോട്ട് എഫക്ട് ദി ഒക്കറൻസ് ഓഫ് ദി അതർ. അത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻടു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഞാനൊരു കോയിൻ ടോസിങ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഐ എം ഡൂയിങ് റോളിങ് എ ഡൈ. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഡിഫറെന്റ് സാമ്പിൾ സ്പേസസ് ആണ് ഇതിനകത്ത് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അത്. സോ ഇൻ കേസ് ഓഫ് ടോസിങ് എ കോയിൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് റോളിംഗ് എ 4 കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഞാൻ ഒരു ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് അത് 1/6 ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് എന്ന് ചോദിച്ചാൽ, അതായത് നമുക്ക് ഹെഡ്സും കിട്ടണം അതുപോലെ തന്നെ ഡൈസിനകത്ത് 4ഉം കിട്ടണം. ആ കേസിൽ ഞാൻ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇവിടുത്തെ ഈ ഫോർമുല തന്നെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ചെയ്തു, വിച്ച് റിസൾട്ട്സ് ഇൻ 1/12 ഇൻ ദിസ് കേസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, അസിസ്റ്റന്റ് ഡയറക്ട് ഇൻഡസ്ട്രീസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഈവൻസ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ആൻസർ ചെയ്യാവുന്ന, ഈസിലി ആൻസർ ചെയ്യാവുന്ന, കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം. നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുകയാണ് നമുക്ക് ഓപ്ഷൻസ്. പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ. ചേടാ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുവാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. കാരണം നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണുള്ളത്, എയും ബിയും. രണ്ടും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ബിയുടെ ഒക്കറൻസ് എയെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതിന്റെ മീനിങ് എന്താണ്? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ ആണ് എന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ആണ്. സോ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ intersection B. This is in the case of two events. രണ്ട് events ആണ് തന്നിട്ടുള്ളതെങ്കിൽ. ഇനി സെക്കൻഡ് തിയറം ഉണ്ട്. 3 events തരുവാണെങ്കിൽ എങ്ങനെയാണ് അഡീഷൻ തിയറം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് we have to find probability of A union B union C. In such cases, what will we do? Probability of A plus probability of B plus probability of C minus probability of A intersection B minus probability of B intersection C minus probability of C intersection A plus probability of A intersection B intersection C. അപ്പൊ ഈ രണ്ട് ഫോർമുലാസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ നിങ്ങൾ. അപ്പൊ അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിക്ക് അകത്ത് അത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ട്രിക്സ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് ഓർ അല്ലെങ്കിൽ ഈദർ ഓർ അല്ലെങ്കിൽ നീദർ നോർ, അതും അല്ലെങ്കിൽ എന്താണ് അറ്റ്ലീസ്റ്റ് വൺസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ടെർമിനോളജീസ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് വരുവാണെങ്കിൽ വി ആർ സപ്പോസ് ടു യൂസ് അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. നമുക്ക് ഇനി കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 366 ഡേയ്സ് വരുന്ന ഇയേഴ്സിനെയാണ് നമ്മൾ ലീപ് ഇയർ എന്ന് പറയുന്നത്.
ഹാസ് 53 സൺഡേസ്. ലീപ്പ് ഇയർ ആയിരിക്കണം, അതിനകത്ത് 53 സൺഡേസ് വരുന്നതിനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ നോ ദാറ്റ് മൈ ലീപ്പ് ഇയർ ഇസ് ഈക്വൽ ടു 366 ഡേയ്സ് ആണ്. സി ദിസ് ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ എത്ര വീക്സ് കാണും ഇതിനകത്ത്? 366 ബൈ 7 ചെയ്യുമ്പോൾ 7 35 16 2 പ്രാവശ്യം അല്ലെ, 52 വീക്സ് കാണും. 52 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 364 ആണ്. അപ്പൊ 52 വീക്സ് പ്ലസ് 2 ഡേയ്സ്, ഇതാണ് ഒരു ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫേവറബിൾ കേസസ് നോക്കി നോക്കാം. എനിക്ക് സൺഡേസ് ആണ് കാണേണ്ടത്. സോ 53 സൺഡേസ് കിട്ടണമെങ്കിൽ സൺഡേ മൺഡേ ഈ ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേ. ആ വീക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? സൺഡേ മൺഡേ ആവാം, ദെൻ മൺഡേ ട്യൂസ്ഡേ, ദെൻ ട്യൂസ്ഡേ വെനസ്ഡേ, then Wednesday Thursday, then Thursday Friday, then Friday Saturday, then Saturday Sunday. So നോക്കിക്കേ, നമുക്ക് 52 വീക്സ് പ്ലസ് 2 ഡേയ്സ് അല്ലേ വരുന്നത്. സോ 1 2 3 4 5 6 7 സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാല് S is equal to 7 വരും നമുക്ക്. ഇനി ഫേവറബിൾ ആയിട്ടുള്ള കേസസ് ഏതൊക്കെയാണ്? സൺഡേസ് ആണ് വരുന്നത്. നമുക്ക് സൺഡേസ് വരുന്നത് ഈ കേസിൽ വരുന്നുണ്ട്, പിന്നെ ഈ കേസിലും വരുന്നുണ്ട്. ഇൻ സച്ച് സെനാരിയോ ഐ ക്യാൻ സേ ദാറ്റ് മൈ ഫേവറബിൾ കേസസ് is equal to 2. Therefore, the probability equal to 2 by 7. Next ഒരു question നമുക്ക് നോക്കാം. 2 dices are rolled together. What is the probability of getting a ഡബ്ലെറ്റ്? അതായത് 2 ഡൈസസ് റോൾ ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. ഡബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡൈസസും റോൾ ചെയ്ത് കഴിയുമ്പോൾ സെയിം നമ്പർ തന്നെ ഔട്ട്കം ആയി വരുന്നത്. റോൾ ചെയ്തിട്ട് നമുക്ക് 2 ഡൈസിന് ഇപ്പോൾ 1 1 കിട്ടാം, അല്ലെങ്കിൽ 2 2 കിട്ടാം, 3 3 കിട്ടാം, 4 4 കിട്ടാം, ദെൻ 5 5 കിട്ടാം, അല്ലെങ്കിൽ 6 6 കിട്ടാം. ഇതാണ് എന്ത് ഫേവറബിൾ കേസസ് അല്ലെ. സോ ഫേവറബിൾ കേസസ് എത്ര എണ്ണം വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എത്രയായിരിക്കും? 6 സ്ക്വയർ അല്ലേ വരാ? 6 സ്ക്വയർ. സോ ഐ ക്യാൻ സേ ദാറ്റ് 1 by 6 is the probability. ഇനി സപ്പോസ് ഈ ഒരു 2 ഡൈസസിന് പകരം 3 ഡൈസസ് ആണ് ഞാൻ റോൾ ചെയ്തത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ട്രിപ്ലെറ്റ്. ട്രിപ്ലെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 1 1 2 2 2 3 3 3 4 4 4 up to 6 6 6. അപ്പൊ ഫേവറബിൾ കേസസ് എന്ന് പറയുമ്പോൾ 6 തന്നെയാണ് വരുന്നത്. ദെൻ പോസിബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ 6 power 3 വരും നമുക്ക്. സോ ഐ ക്യാൻ സേ ദാറ്റ് 1 by 6 സ്ക്വയർ. ഇത് ഏത് കേസിലാണ്? 3 ഡൈസസ് കേട്ടോ. 3 ഡൈസസ് റോൾ ചെയ്യുമ്പോൾ ട്രിപ്ലെറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് പറയുന്നത്. ഇനി one more question. What is the probability that Virat Kohli and Anushka Sharma will have same birth month? അടിപൊളി ക്വസ്റ്റ്യൻ. സോ എൻ്റെ വിരാട് കോഹ്ലി, ഈ ചങ്ങായിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ കണ്ടേ? ബർത്ത് ഡേറ്റ് അല്ല, ബർത്ത് മന്ത് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. സോ എൻ്റെ സാമ്പിൾ സ്പേസ് 12 ആണ്. എൻ്റെ ഫേവറബിൾ കേസസും 12 ആണ്. സോ ഇൻ ദിസ് കേസ് ഇതെന്ന് പറയുന്ന റിസൾട്ട് ചെയ്യുന്നത് 1 ഓക്കെ. ഇനി അനുഷ്ക ശർമ്മയുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ 12 മാസം അത് തന്നെയാണ് സാമ്പിൾ സ്പേസസ്. അതിലേതോ ഒന്നാണ് ബർത്ത് മന്ത് അല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ 1 by 12 ആണ്. ഇതിനകത്ത് രണ്ടും നമുക്ക് വിരാടിന്റെ കേസിലും അനുഷ്ക രണ്ടും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. സോ അത് കമ്പൈൻ ചെയ്യുമ്പോൾ അതായത് 1 into 1 by 12 is equal to 1 by 12. ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി. ഇതിങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യം, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ അറിയാവുന്നതേ ഉള്ളൂ. ഓക്കെ. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയിൽ ഇത് നോക്കിയത്. ഇതിനകത്തുനിന്ന് തന്നെ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസോളം ഏകദേശം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്ക് കേരള PSC നടത്തിയിട്ടുണ്ടായിരുന്ന
ആ ഒരു എക്സാമിലെ 3 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിന് പ്രോബബിലിറ്റിയുടെ ചാപ്റ്ററിന് 12 ക്വസ്റ്റ്യൻസ് ആണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് ഉള്ള എക്സാമിന് സിലബസ് പ്രകാരം കാണിച്ചിരിക്കുന്നത്. സോ അതിലെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്രയും കണ്ടന്റ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റി. നമുക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.